ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ വന്നിരുന്നത് വേറൊന്നുമല്ല, നിങ്ങൾ തമ്പനയിലും കാര്യങ്ങൾ കണ്ട പോലെ തന്നെയാണ് നമ്മളെ പാർട്ട് 4 വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ മുന്നിലാണെങ്കിൽ 2 റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള റോഡിൽ കൂടെയാണ് നമ്മൾ പോകാൻ നോക്കുന്നത്. അപ്പോൾ ആ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ മാപ്പിൻ്റെ അവസാനം എത്തോ ഇല്ലെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഷോർട്സ് കണ്ട് വന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ് ചെയ്ത് ഇട്ടേക്കട്ടെ ഗൈസ്, വേറെ ഒന്നിനെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാനാണെങ്കിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കളി മൊത്തം നമ്മൾ FPV മോഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. വണ്ടിയാണ് പറക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ആ കുന്ന് അറിയാതെ കയറിയതാണ്, അറിയാതെയല്ല, പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഇത് മാപ്പിൻ്റെ അവസാനം നമുക്ക് കാണിക്കണമല്ലോ. അവസാനം കാണിച്ചാൽ മാത്രമേ നമ്മൾ മാപ്പ് റോഡിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. മീൻസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു മാപ്പ് മൊത്തം നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം, എന്നിട്ട് മാത്രമേ നമ്മൾ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതുവരെയായിട്ടും കണ്ടിട്ട് നിങ്ങളിപ്പോഴും എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ചാനൽ സബ് ചെയ്തുക. റോഡ് ടു 7K മാക്സിമം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് 7K എന്ന വലിയൊരു മൈൻഡ് സ്റ്റോൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ തന്നെ ഇപ്പം വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കട്ടെ ഗൈസ്. ഇവിടെ ജംഗ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ അമ്പലം എന്തോ ഉണ്ട്, അത് നമ്മൾ മെയിൻറ്റ് ചെയ്യുന്നില്ല. നമുക്കിപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ മാപ്പ് റൂട്ടിൻ്റെ അവസാനം കാര്യങ്ങളൊക്കെ കണ്ടെത്തണം. ഇവിടെ എത്തിയ സമയത്താണ് നല്ല രീതിക്ക് വ്യൂ കാര്യങ്ങളൊക്കെ ഒരു സ്ഥലം ഇറങ്ങി നോക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു ചെങ്ങയ്യണി വന്ന് ചാമ്പിയിട്ട് നമ്മുടെ ടാക്സിക്കാരൻ നമ്മുടെ KSRTCയിലോട്ട് വന്ന് ചാമ്പിയിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു KSRTC എടുത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ KSRTC കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. നിങ്ങളുടെ അഭിപ്രായ പ്രകാരം മാത്രമാണ് നമ്മൾ KSRTC ഒക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതേപോലെ എന്ത് കമൻറ്റ് ഇടുകയാണെങ്കിൽ നമ്മൾ ആ ഒരു വണ്ടി കാര്യങ്ങളൊക്കെ മീൻസ് ആ ഒരു വെഹിക്കിൾ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും നിങ്ങളൊക്കെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയേക്കുക, വേറെ ഒന്നിനെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഏതൊരു ഭാഗത്തോട്ട് സമയം ഇവിടെ ഇനി മലയുണ്ട്, അതുപോലെ തന്നെ വളവും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ആംബിയൻസ് വ്യൂ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. വണ്ടിയുടെ നല്ല രീതിക്ക് സ്പീഡിൽ കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്നത്. മീൻസ് ഞാൻ ഇപ്പോൾ കുറച്ചധികം ഹെവി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ നമ്മുടെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 വീഡിയോ കാര്യങ്ങളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ വാച്ച് ചെയ്ത് വന്നേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ട മൊത്തത്തിൽ മനസ്സിലാവത്തുള്ളൂ. നമ്മൾ തുടക്കം മുതലേ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മീൻസ് ഈ ഒരു മാപ്പ് റൂട്ടിൻ്റെ മുഴുവൻ വീഡിയോ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ചാനലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. 1, 2, 3, 4 എന്ന പാർട്ട് വീഡിയോ കാര്യങ്ങളുടെയൊക്കെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈഡിലായിട്ട് ഒരു റോഡുണ്ട്. അപ്പോൾ നമ്മൾ സൈഡിലുള്ള റോഡ് കൂടെ പോകുന്നു. നേരത്തെ റോഡ് ഉണ്ടായിരുന്നു, അവിടെയുള്ള ഉള്ളേരിയ കൂടെ നമുക്ക് പോയില്ല. അപ്പോൾ ഇതിലൂടെയുള്ള ഉള്ളേരിയയിലൂടെ നമ്മൾ പോകാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു മാപ്പിൻ്റെ അവസാനവും മിക്കവാറും ഇതിനെ പോയെത്താൻ ചാൻസ് കൂടുതലാണ്, പറയാൻ പറ്റില്ല. ഒരു ഷോർട്ട് കട്ടാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും നമ്മൾ പോകും. നല്ല റോഡ് ഗൈസ്, ഒന്നും പറയില്ല, സീൻ സാധനം. ഇവിടുത്തെ സമയത്ത് ഇനി മേലോട്ടാണ് ഗൈസ്, നമ്മളെ ഷോർട്ട് കട്ടാണ്, മീൻസ് പോക്കറ്റ് റോഡായിരുന്നു. പിന്നെ മേലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി മേലോട്ട് പോയി ഏത് ലോകത്തോട്ട് എത്തുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് തൊട്ട് ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അതുപോലെ ചാനൽ സബ് അടിക്കാത്തവരുമ്പോൾ നമ്മുടെ ചാനലോട് സബ് അടിച്ചേക്കുക. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഗൈസ് നല്ല അടിപൊളി റോഡാണ്, കുന്നിൻ്റെ മേലേക്ക് കയറി അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്യാനാണ്, വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. പിന്നെ എങ്ങനെയൊക്കെ പാടെ കഷ്ടപ്പെട്ട് റിവേഴ്സ് എടുത്ത് പിന്നെ ഒന്ന് നോക്കിയാൽ പിന്നെയും തിരിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. ഒടുക്കത്തെ വളവാണ് ഗൈസ്, മീൻസ് ഹെയർ പിൻ വളവാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ അത്ര ഹെവി ആയിട്ടില്ല, എന്നാൽ കൂടെ കുറച്ചൊക്കെ ഹെവി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്താ തോന്നുന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് അഭിപ്രായങ്ങളായിട്ടൊന്ന് കമൻറ്റ് ഇട്ടേക്കുക, വേറെ ഒന്നിനെല്ലാം അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു ഭാഗത്തോട്ട് സമയത്ത് ഇവിടെ പക്ക റോഡ്, സൈഡിലാണെങ്കിൽ മരം കാര്യങ്ങളൊന്നും ഇല്ല, ഫുൾ ഓപ്പൺ ഏരിയയാണ്. ഒരു ഗ്രൗണ്ടിലൂടെ നമ്മൾ വണ്ടി ഓടിക്കുന്ന ഫീലിങ്ങിന് അതേപോലെ നല്ല റോഡും ഒന്നും പറയാനില്ല, സീൻ തന്നെ നമ്മുടെ കേരളത്തിലുള്ള റോഡ് പോലെ നല്ല. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരടുത്ത് KSRTC വെഹിക്കിൾ കാര്യങ്ങളൊന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ, ഏതെങ്കിലും വെഹിക്കിൾസ് കാര്യങ്ങൾ ട്രക്ക് അതുപോലെ തന്നെ നമ്മുടെ KSRTC പോലുള്ള ബസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി ചെക്കൗട്ട് ചെയ്തേക്കട്ടെ. നമ്മൾ KSRTC എടുക്കുന്നത് പോലെ ട്രക്ക് എടുക്കുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തിട്ട് നമ്മുടെ ചാനൽ കയറി ചെക്കൗട്ട് ചെയ്താൽ മതി, നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞിരിക്കണം നേരത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഓവർ സ്പീഡ് പോയതുകൊണ്ടൊരു വളവിന് നേരെ നമ്മളൊരു കൊക്കയില്ല ഏതൊരു ഓപ്പൺ ഏരിയയിലോട്ട് ചാടിയിട്ടുണ്ട്. പിന്നെ മാപ്പിൻ്റെ അവസാനം എത്താനായിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല, ഇത് തെറ്റായ വഴിയാണോ എന്നും അറിയത്തില്ല, അത് ശരിയായ വഴിയാണോ എന്നും അറിയത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. ഏതായാലും ഓപ്പൺ ഏരിയ കൂടെ നമ്മളിങ്ങനെ പോകുന്നുണ്ട്, ഇതിന് അവസാനമൊന്നും കാണുന്നില്ല. മിക്കവാറും ഈ ഒരു മലയുടെ ഏറ്റവും ടോപ്പിലെത്താനെന്ന് എനിക്ക് തോന്നുന്നു, കാരണം ഇടയ്ക്കൊക്കെ മേലോട്ട് ഓരോ കുന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ മിക്കവാറും ഇതിന് മേലോട്ട് എത്താനാവും ചാൻസ്, ഉറപ്പില്ല. ചിലപ്പോൾ എൻ്റെ ഒരു കണക്ക് കൂട്ടലാണ്, ഏകദേശം ചിലപ്പോൾ അങ്ങോട്ട് എത്താനും ചാൻസ് കൂടുതലാണ്, കറക്റ്റായിട്ട് അറിയത്തില്ല, എല്ലാം ഓരോ ഊഹാഭോഗങ്ങളാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഏതോ ഒരു ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഓപ്പൺ ഏരിയ കൂടെ പോകുന്നതുകൊണ്ട് കണ്ടമാനം തൊടി കൂടെ കയറി പോകുന്നുണ്ട്, കണ്ട തൊടിയിലൊക്കെ കയറി ഇറങ്ങുന്നൊക്കെ ഉണ്ട്, എന്ത് പറയാൻ. അതുപോലെ തന്നെ കുറേ കൂട്ടുകാരെ ഒന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, ബ്രോ ഫ്രീ ഫയർ എന്തിനാ നിർത്തിയ, ഫ്രീ ഫയർ പുതിയ അക്കൗണ്ട് എടുത്ത് കളിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് കുറേ മെമ്പേഴ്സ് വന്നിട്ട് എനിക്കും പേഴ്സണലായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റായിട്ട് കുറേ മെമ്പേഴ്സ് നമുക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവരോട്ടൊക്കെ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമില്ല, എൻ്റെ അക്കൗണ്ട് പോയതുകൊണ്ടാണ് നമ്മൾ താൽക്കാലികമായി നിർത്തിയിട്ടുള്ളൂ. നമ്മൾ ഉടനെ തന്നെ നമ്മൾ ഫ്രീ ഫയർ കാര്യങ്ങളൊക്കെ കളിക്കുന്നതായിരിക്കും.
കളിക്കുന്നില്ല എന്ന് പറയുന്നില്ല ഗൈസ്, എന്നാലും നമ്മൾ കളിക്കുന്നതായിരിക്കും. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം 2-3 മാസം കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പറഞ്ഞിരിക്കുന്ന നേരത്താണെങ്കിലോ ഗൈസ് നമ്മൾ ഏതോ ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. മാപ്പിൽ നോക്കിയ സമയത്താണെങ്കിലോ ഇങ്ങോട്ട് വഴി തന്നെ കാണിക്കുന്നില്ല. അതിപ്പോൾ മിക്കവാറും ഈ മാപ്പിൻ്റെ അവസാനം തന്നെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു, കറക്റ്റായിട്ട് അറിയത്തില്ല. ഇന്ന് നേരത്തെ നമ്മൾ കയറിയ വഴി ഉണ്ടല്ലോ, അവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ടാണോ പോകേണ്ടതെന്ന് അറിയത്തില്ല. നമ്മളാണ് ഏകദേശം ഒരു കുന്നിൻ്റെ മേലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുന്നിൻ്റെ അറക്കമാണ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇതിൽ എന്തുണ്ടാവും അറിയത്തില്ല. മാപ്പിൻ്റെ അവസാനമാണോ ഇവിടെ കാണുന്നതെന്ന് അറിയത്തില്ല. ഇപ്പോൾ നമ്മുടെ മാപ്പിൻ്റെ അവസാനമല്ല ഗൈസ്, നമ്മുടെ റോഡിൻ്റെ അവസാനമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ഒരു റോഡിൻ്റെ. അപ്പോൾ നമ്മൾ വന്ന വഴി തെറ്റിയിട്ട് നമ്മളെ ഗൂഗിൾ മാപ്പ് നമ്മളെ ചതിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇതേപോലെ ഗൂഗിൾ മാപ്പ് കാര്യങ്ങളൊക്കെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്ക്. അപ്പോൾ ഞാനാണെങ്കിൽ മലയുടെ അടിയിലൂടെ പോകുന്നത്, നല്ല രീതിക്ക് വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ അടിയിൽ എന്താ പുഴയൊക്കെ ഉണ്ട് തോന്നുന്നു, പുഴയ്ക്ക് ചാടി എന്തുണ്ടാവും നോക്കാം ഗൈസ്. അപ്പോൾ നോക്കുകയാണ് പുഴയിലോട്ട് ചാടിയിട്ടുണ്ട്, എയറിൽ ഇങ്ങനെ നിൽക്കുന്നത്, വേറെ ഒന്നും ആവുന്നില്ല, മീൻസ് അവിടെ തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനേതായാലും ഇവിടെ കുടുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വന്ന വഴി തെറ്റിയതാണ്, നമ്മൾ വന്നിടത്തുനിന്ന് റൈറ്റ് സൈഡിലൂടെയാണ് പോകേണ്ടത്, നമ്മൾ ലെഫ്റ്റിലോട്ട് കയറിയത് കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 5 വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. നമ്മുടെ റൈറ്റ് സൈഡിലൂടെ പോകുന്നതായ ഭാഗത്ത് എങ്ങനെയുണ്ട് നോക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാം ഗൈസ്.